2 ദിവസം മുമ്പേ കീരി പറ്റിയ കോഴിക്കുട്ടികളാണ് ഇവർ. അപ്പോൾ ഇവർ ഇതിൽ വെള്ള കുറച്ച് അത്യാവശ്യം ഇപ്പോൾ റിക്കവറായി വന്നിട്ടുണ്ട്. കറുപ്പിന് ഇപ്പോഴും വഴിയാണ്. ഇവരെ കാണിക്കാൻ ഞാൻ ഇവിടുത്തെ മൃഗാശുപത്രി പോയപ്പോഴും അത്ര വലിയൊരു അനുഭവമല്ല നമുക്ക് ഉണ്ടായത്. എല്ലായിടത്തും ഇങ്ങനെയാണോയെന്ന് എനിക്കറിയില്ല. ആ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. ഇവനിപ്പോഴും റിക്കവറായിട്ട് വന്നിട്ടില്ല. ഇവന് കുറച്ച് ചിറകിലൊക്കെ കുറച്ചധികം പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം വരുന്ന കാര്യം തന്നെയാണിത്. ഈ വെള്ള ഇപ്പോൾ ഏകദേശം റിക്കവറായി വന്നു. ഇവരപ്പോൾ നമ്മളെ വീടിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇരുന്നത്. ഈ മറ്റേ കോഴിക്കുട്ടികളെ വിട്ടിട്ട് മേലെ കയറുന്നൊന്നും അസുഖമൊന്നും വരുത്തണ്ടെന്ന് വെച്ചിട്ടാണ് മേലെ കയറിയിട്ടും അങ്ങനെ വയ്യാതെ കിടക്കല്ലേ. ഇപ്പോൾ ഞാൻ കിടക്കുന്ന റൂമിൽ തന്നെയാണ്, എൻ്റെ ഒപ്പം തന്നെ അവിടെ കിടത്തുന്നുണ്ട്. അപ്പോൾ ഇവനിപ്പോഴും ഒന്നും റെഡി ആയി വന്നില്ല. ഇപ്പോൾ 2 ദിവസമായി. ഇപ്പോൾ ഇത് മരുന്ന് കൊടുക്കുന്നുണ്ട്, ആൻറ്റിബയോട്ടിക്കിൻ്റെ മരുന്ന് കൊടുക്കുന്നുണ്ട്. അന്ന് കടിച്ചന്ന് തന്നെ അപ്പോൾ തന്നെ പോയിട്ട് നമ്മൾ മരുന്നും കാര്യങ്ങളൊക്കെ തേച്ചണം. മൃഗാശുപത്രിയിൽ പോയപ്പോഴൊരു നമുക്ക് ഭയങ്കര മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. എല്ലായിടത്തും ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. ഇവനെന്തായാലും റെഡിയാവും. നമ്മളെ വെള്ള കോഴിക്കുട്ടി ആകുമ്പോൾ നമ്മൾ ഭക്ഷണം വെച്ച് കൊടുത്തപ്പോൾ അവൻ വന്ന് കഴിച്ചു. ഇതുവരെ നമ്മൾ അങ്ങനെ കഴിക്കാനുള്ള ഇതിൽ ഇപ്പോഴാണ് അവനാവുന്നുണ്ട്. അപ്പോൾ ഇതിന് മുമ്പൊക്കെ നമ്മൾ വായിൽ വെച്ച് കൊടുക്കരുന്ന്. കഴുത്തിൻ്റെ ഭാഗത്ത് തന്നെയാണ് വെട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മറ്റേ ഒരു മഞ്ഞ നിറം കാണുന്ന ആ മരുന്ന് വെച്ചാൽ ആ ഭാഗത്താണ് അതിന് വെട്ടിയുള്ളത്. അപ്പോൾ ഇപ്പോൾ അവൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എന്തായാലും കഴുത്തൊരു ഭാഗത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. എന്നാലും അവൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ കുറേ സമാധാനമുണ്ട്. ഭക്ഷണം വളർന്നൊന്നും കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ അവൻ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇങ്ങനെ ഇപ്പോൾ ഇവരെ കൂടുതലല്ല പെടുന്നത്. ഇവന് സെപ്പറേറ്റ് വേറെ മാറ്റി തരണം. കാരണം ഇവർ ഈ മരുന്നിൻ്റെ ഇത് കണ്ടിട്ട് നല്ല കൊത്തുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഇപ്പോൾ സെപ്പറേറ്റ് മാറ്റി ഒന്ന് റെഡി ആവണ വരെ ഒന്ന് പഴയ പോലെ ആവുന്ന വരെ സെപ്പറേറ്റ് മാറ്റിയിട്ടാണ്. കുറച്ച് കഴിഞ്ഞ് ഒക്കെ ഒന്ന് റെഡി ആയാൽ ഇവരൊപ്പം തന്നെ ഇടും. അപ്പോൾ എല്ലാവരും ഒപ്പം നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായി കഴിക്കുന്നുണ്ട് ഇപ്പോൾ അവന്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മളെ ചാനലിലെ വ്യൂസും അതേപോലെ സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ തീർച്ചയായും ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. ആരും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. അതേപോലെ നിങ്ങളെ കമൻറ്റും അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ തീർച്ചയായും ലൈക്ക് അടിക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും അടിച്ചോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. പിന്നെ വീഡിയോയിലുള്ള പോരായ്മകളെ ഒക്കെ അതിൽ പറയാം നിങ്ങൾക്ക്. വീഡിയോയുടെ ക്വാളിറ്റിയും ഒക്കെ ചെറിയ കുഴപ്പമുണ്ടാവും. ഞാനൊരു ചെറിയ ഫോണാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ കുഴപ്പമാണത്. വീഡിയോ ക്വാളിറ്റി കുറച്ച് കുറവുണ്ടാവും. അതേപോലെ ക്യാമറ ഞാൻ ഒറ്റയ്ക്ക് ക്യാമറ എടുക്കുക ചെയ്യുന്നുണ്ട്. നമുക്ക് സപ്പോർട്ടിനൊന്നും ആരുമില്ല. എല്ലായിടത്തും അങ്ങനെ തന്നെ. നമ്മൾ എവിടെയെങ്കിലും വിജയിക്കുന്നവരെ നമ്മൾ ചെയ്യണതൊക്കെ എല്ലാവർക്കും പരിഹാസമാണ്. വിജയിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളെ തേടി ആൾക്കാരും അവർക്ക് വരുള്ളൂ. ബാക്കിയുള്ള എപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ആവും. അപ്പോൾ അങ്ങനെ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഞാൻ മാക്സിമം പരമാവധി എഫേർട്ടൊക്കെ എടുത്തിട്ടാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനി പോകെ നമുക്ക് എല്ലാ വീഡിയോസും കുറച്ചും കൂടിയൊക്കെ ക്വാളിറ്റിയിലും ഒക്കെ നമുക്ക് ഇങ്ങനെ ആയി വരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളാദ്യം എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തുക. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.